സോ ഇന്നലെ ആണെങ്കിൽ FC ബാർസലോണ 2-0 വിക്ടറി ഹോമിൽ സൊസിഡാഡിന് അഗേൻസ്റ്റ് നേടുകയുണ്ടായി 2-0. മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഇഷ്യൂ വന്നത് അറോഹോ ആയിരുന്നു. നമ്മുടെ റെഗുലർലി ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സെന്റർ ബാക്ക് കളിക്കുക, കുബാർസി ലെഫ്റ്റ് സൈഡ് സെന്റർ ബാക്ക്, അതായിരുന്നല്ലോ പതിവ്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അറോഹോ ആണ് ഡിസ്കംഫർട്ട്. സോ ഇനിഗോ മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആസ് എ സെന്റർ ബാക്ക്. ആൾക്ക് ലെഫ്റ്റിലേ കളിക്കാൻ പറ്റത്തുള്ളൂ. സോ കുബാർസിനെ ആളുടെ കംഫർട്ട് പൊസിഷൻ ഇല്ലാത്ത റൈറ്റ് സൈഡ് സെന്റർ ബാക്ക് റോഡിലോട്ട് കളിപ്പിക്കേണ്ടി വന്നു. സോ അതാണെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് റയൽ സൊസിഡാഡ് മാച്ചിന്റെ തുടക്കം മുതലേ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ അവർ ഫിസിക്കലായ അവരുടെ ഫോർവേഡ് ബെക്കർ വേഴ്സസ് കുബാർസി പലതവണ കുബാർസി ഇന്നലെ ഓവറോൾ നല്ലപോലെ പെർഫോം ചെയ്തു. പക്ഷെ എന്നാലും കുബാർസിക്ക് അഗേൻസ്റ്റ് ആ ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു. സോ ലാസ്റ്റ് മാച്ചുകൾ ജിറോണയും റയലും എല്ലാം ചെയ്ത പോലെ തന്നെ ഇപ്പൊ കുബാർസിനെ ടാർഗറ്റ് ചെയ്യുക. വൾണറബിൾ ആയ ഒരു 17 വയസ്സാണ്. സോ ടാർഗറ്റ് ചെയ്യും, നമുക്ക് അവനിൽ നിന്ന് മിസ്റ്റേക്ക് വരുത്താം എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും റയൽ സൊസിഡാഡിനുണ്ടായിരുന്നു. അതാണെങ്കിൽ മാച്ചിൽ നമ്മൾ കാണുകയും ചെയ്തു. അവർ ആ ഒരു സ്ട്രാറ്റജിയാണ് പുറത്തെടുത്താൻ നോക്കിക്കൊണ്ടിരുന്നത്. സോ ത്രൂ ഔട്ട് ദ മാച്ച് കുബാർസിനെ അവർ ടാർഗറ്റ് ചെയ്യുമായിരുന്നു. സോ നമ്മൾ കണ്ടു ഫസ്റ്റ് തന്നെ ടെർസ്റ്റന്റെ ഒരു നല്ല സേവ് വരുന്നു. അതിനുശേഷം ഫസ്റ്റ് ഹാഫിൽ വെച്ച് തന്നെ അവർ വെക്കർ അടിച്ചൊരു ഗോള്, ലക്കിലി അത് ഓഫ്സൈഡ് ആവുകയാണ് പുള്ളി, അതുകൊണ്ട് അത് അവർ ലീഡ് എടുക്കുന്നില്ല. സോ ഓവറോൾ കുബാർസി എന്ന് പറയുന്ന പ്ലെയറിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. സോ റിയലി യങ് ആണ്. സോ നമ്മൾ കുബാർസിനെ ഇപ്പം വിധിക്കുന്നത് ശരിയല്ല. പക്ഷെ ഇന്നലെ ഓവറോൾ ലാസ്റ്റ് 2-3 മാച്ചസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുബാർസിന്റെ പെർഫോമൻസ് ഓവറോൾ വാസ് ഗുഡ്. അടുത്തതായിട്ട് എനിക്ക് ഇന്നലത്തെ മാച്ചിൽ കീ ആയിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം ക്രിസ്ത്യൻസന്റെ കാര്യമാണ്. സോ ക്രിസ്ത്യൻസൻ പെഡ്രി ഇന്നലെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഹാഫിൽ പ്രോബബ്ലി നമ്മൾ പീക്ക് പെഡ്രിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ കാണുകയുണ്ടായി. സോ ക്രിസ്ത്യൻസൺ എന്തുകൊണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ലോങ് ടൈം ബാർസലോണ സൊല്യൂഷൻ അല്ല എന്ന് ക്ലിയർലി വിസിബിൾ ആയി വരുന്ന മാച്ചുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിലോട്ടായിരിക്കണം ബോൾ ചെല്ലേണ്ടത്, അല്ലെ? ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ഡ്യൂട്ടി എന്താണ്? വിത്ത് ദ ബോൾ റിസീവ് ചെയ്യുക ഫ്രം സെന്റർ ബാക്സ്, ബോളുമായിട്ട് ക്യാരി ചെയ്യുക, പോസിബിൾ പുള്ളിയിലോട്ടായിരിക്കണം ബിൽഡപ്പ് ഫേസിലൂടെ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെല്ലുന്നത് ഫ്രം ദി ബാക്ക്. പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണെങ്കിൽ ക്രിസ്ത്യൻസൺ കീപ്പ് ചെയ്യുന്ന ആളുടെ പൊസിഷൻ ഹയർ കുറച്ചുകൊണ്ട് കീപ്പ് ചെയ്തു. പെഡ്രി ഡീപ്പിലോട്ട് വരുന്നു, പെഡ്രി ബോൾ റിസീവ് ചെയ്യുകയാണ്, പെഡ്രി ബോൾ റിസീവ് ചെയ്ത് ക്യാരി ചെയ്യുകയാണ്. ഇന്നലെ 46 ഔട്ട് ഓഫ് 46 പാസസ് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുന്നു. സൂപ്പർ പെർഫോമൻസ് ഫ്രം പെഡ്രി ആയിരുന്നു. ആൻഡ് പെഡ്രി ബോൾ റിസീവ് ചെയ്യുന്നു, ക്യാരി ചെയ്യുന്നു, പാസുകൾ സപ്ലൈ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ബോൾ വരുന്ന റിസീവ് ചെയ്ത പ്ലെയർ, ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പാസുകളും മറ്റൊക്കെ നടത്തിയ പ്ലെയർ. സോ പെഡ്രി ത്രൂ ഔട്ട് ദ മാച്ച് ഡീപ്പിലോട്ട് വന്ന് ഇൻവോൾവ് ചെയ്യേണ്ടി വരികയാണ്. സോ നമ്മൾ പ്രൈം പെഡ്രി 2022 ലെവൽ ഓഫ് പെർഫോമൻസ് പെഡ്രി ഇന്ന് ലാസ്റ്റ് മൊമെന്റ്സിൽ ആൾ ഫിറ്റ് ആയി വരുമ്പോൾ അതിന്റെ ചെറിയ ഗ്ലിംസുകളൊക്കെ തരുന്നുണ്ട്. അതാണ് ചെറിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സീസൺ ഗ്യാവിയും പെഡ്രിയും ഫുള്ളി ഫിറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ന്യൂ സൈനിങ്. ഇപ്പൊ നെക്സ്റ്റ് സീസണിന്റെ പുതിയൊരു സൈനിങ് പോലെ ആയിരിക്കും ഈ ഗ്യാവിയും പെഡ്രിയും നമ്മുടെ ടീമിലോട്ട് വരുവാണെങ്കിൽ. കാരണം ത്രൂ ഔട്ട് ദ സീസൺ പല ഇമ്പോർട്ടൻസ് അവസരങ്ങളിൽ ഇവർ രണ്ടുപേരും, ഗ്യാവി ത്രൂ ഔട്ട് ദ സീസൺ പോയി, പെഡ്രി പല ഇമ്പോർട്ടന്റ് ടൈമുകളിലും ഇഞ്ചുറി കാരണം പുറത്തായി. സോ ഈ രണ്ട് പ്ലേയേഴ്സും നെക്സ്റ്റ് സീസൺ ഫിറ്റ് ആയിട്ടിരിക്കുക ബാർസലോണയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അറ്റ് പീക്ക് ഫിറ്റ്നസ് ലെവൽ, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സീസൺ സ്ട്രഗിൾ ചെയ്യും. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ ഗുണ്ടകൻ ത്രൂ ഔട്ട് ദ മാച്ച് കുഴപ്പമില്ലായിരുന്നു. ബട്ട് നോട്ട് ഈസ് ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ പറയുന്നില്ല, ബട്ട് കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ക്യാൻസലോയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അപ്പൊ നമ്മൾ ക്യാൻസലോനെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന കൂടുതൽ ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്നലെ ക്യാൻസലോ പ്രോബബ്ലി ഇന്നത്തെ മാച്ച് കാണുവാണെങ്കിൽ ക്ലിയർലി വിസിബിൾ ആയിരുന്നു പുള്ളിക്ക് നെക്സ്റ്റ് സീസൺ ബാർസലോണയിൽ നിൽക്കണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസും മീഡിയാസും എസ്പെഷ്യലി ഫാൻസ് ക്യാൻസലോയുടെ സൈനിങ് വേണ്ട എന്നുള്ള രീതിയിലാണ് മെജോറിറ്റി ഓഫ് ദ ഫാൻസ്. പക്ഷെ ബോർഡിന്റെയും സാവിന്റെയും തീരുമാനം പുള്ളിനെ സൈൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. സോ ഇന്നലെ ക്യാൻസലോടെ നിങ്ങൾ കാണുവാണെങ്കിൽ ഡിഫെൻസീവ്ലി ക്യാൻസലോടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ഇന്നലെ ആറോളം ഇന്റർസെപ്ഷൻസ്, ടാക്കിൾസ് ചെയ്യുന്നു, ത്രൂ ഔട്ട് ദ മാച്ച് ഡിഫെൻസീവ്ലി ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ള ഇങ്ങനെയല്ല. ഇപ്പൊ ഒരു കോൺട്രാക്ട് വേണം, എനിക്ക് തിരിച്ച് സിറ്റിയിലോട്ട് പോകാൻ വയ്യ, അവിടെ ചെന്നാൽ അറിയാലോ സിറ്റുവേഷൻ, എനിക്ക് അതുകൊണ്ട് ഇത് ചെയ്യണം. ഇന്നലെ കാണിച്ച പെർഫോമൻസ് ത്രൂ ഔട്ട് എല്ലാ മാച്ചിലും അല്ലെങ്കിൽ ഒരു 8 ഔട്ട് ഓഫ് 10 മാച്ച് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടന്റ് മാച്ചസ് കൊടുക്കണം. ഇത് ഇപ്പോഴത്തെ ഒരു പ്രഷർ വരുമ്പോഴേക്കും അയ്യോ എനിക്ക് എങ്ങനെയും ഇവിടെ നിൽക്കണം, അതുകൊണ്ട് ഞാൻ അറ്റ് ഓൾ കോസ്റ്റ് എന്റെ കംഫർട്ട് സോൺ വിട്ട് ഞാൻ ഡിഫെൻഡ് ചെയ്യും. ഇന്നലത്തെ പെർഫോമൻസ് അതാണ് എനിക്ക് തോന്നിയത്. സോ ഇന്നലത്തെ പെർഫോമൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ത്രൂ ഔട്ട് നമുക്ക് കാണണം. അല്ലാതെ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഇന്ന സമയത്ത് ഒരു കോൺട്രാക്ട് വേണം, എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ വന്നപ്പം ആള് കളിച്ചാണ്ടല്ലോ. ഈ ഒരു പെർഫോമൻസ് എപ്പോഴും കിട്ടണം. സോ എന്റെ ഒരു ഒപ്പീനിയൻ ക്യാൻസലോനെ നമ്മൾ സൈൻ ചെയ്യരുത്. ആ പുള്ളിയുടെ പുള്ളിയുടെ കംഫർട്ട് സോണിലോട്ട് തന്നെ തിരിച്ച് നമ്മൾ സൈൻ ചെയ്യുവാണെങ്കിൽ പോകാന്നാണ്. എസ്പെഷ്യലി നമ്മൾ പെർമനന്റ് ആക്കിയാൽ പിന്നെ പറയേണ്ട ആവശ്യം കൂടില്ല. സോ ഇന്നലത്തെ പെർഫോമൻസ് വാസ് ഗുഡ്, അതിന് നമ്മൾ ഫുൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇന്നലെ ലെവൻഡോസ്കിയുടെ പെർഫോമൻസ്. ആ ഒരു ഫസ്റ്റ് ഗോളിലൊക്കെ കൊടുത്ത പാസ്, നമ്മൾ മെസ്സി ഇനിയസ്റ്റ എന്നൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് പാസ് നമ്മളിപ്പം കാണുന്നുണ്ട്. കൂടുതലും സ്ട്രൈക്കേഴ്സ് ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് ഗെയിമിൽ ഇൻവോൾവ് ആവുന്നു. ഇപ്പം ഹാരി ഗെയിന് ഒക്കെ പോലത്തെ പ്ലേയേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡീപ്പിലോട്ട് ഇറങ്ങി വന്ന് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ആ ഒരു ഇതാണ് സാവിക്കും വേണ്ടത്. ഈ ലെവൻഡോസ്കി ഡീപ്പിലോട്ട് വരണം, ഗെയിമിൽ ഇൻവോൾവ് ചെയ്യണം,
ബോൾസ് സപ്ലൈ ചെയ്യണം, ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്യണം, ഒപ്പോണൻസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കണം. സോ ലെവൻഡോസ്കി അത് ഈ ഒരു സീസൺ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അറ്റ് ഇസ് ബെസ്റ്റ് പുള്ളിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നലത്തെ മാച്ചിൽ നമ്മൾ പുള്ളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണെങ്കിലും നമ്മൾ ക്രൗഡ് അത്യാവശ്യം നല്ല രീതിയിലൊരു കൈയൊക്കെ അടിക്കുന്നുണ്ട്. സോ പുള്ളിയുടെ പെർഫോമൻസ് ഇന്നലെ ഓവറോൾ വാസ് ഗുഡ്. ആൾ ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഓവറോൾ ഹിസ് പെർഫോമൻസ് നല്ല രീതിയിൽ ആൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ റഫീന ത്രൂ ഔട്ട് ദ മാച്ച് വൺ ഓഫ് ദ ഫ്രസ്ട്രേഷൻസ് നമുക്ക് തരുന്ന കാര്യത്തിൽ റഫീന ഒരിക്കലും പിന്നിലല്ലേ. സോ ആൾ ഷോട്ട് മാറി തട്ടി പോകുന്നു, ആൾ കുറെ ചാൻസ് സ്കോറിംഗ് പൊസിഷനിൽ ഇഷ്ടം പോലെ തവണ എത്തി, പാസുകൾ ലേ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൾ ഇന്നലെ ഡെസ്പറേറ്റ്ലി ഒരു ഗോളിന് വേണ്ടി നടക്കുമെന്ന്, കാരണം ആ ഒരു ഫ്ലഡ് അഫക്റ്റഡ് പ്രേ ഫോർ ദാറ്റ് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ഫ്രം ബ്രസീൽ. നമ്മൾ ആ ഗോള് പെനൽറ്റി ഗോളിന് ശേഷം ആള് പൊക്കി കാണിക്കുന്നതൊക്കെ കണ്ടു. സോ ആൾ ഡെസ്പറേറ്റ്ലി ഇങ്ങനെ ഗോളിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ റഫീന ക്യാൻസലോ ആ ലെഫ്റ്റ് വരുമ്പോഴേക്കും നമുക്ക് വേണ്ടത്, നമുക്ക് വിറ്റ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു പ്ലെയർ ഇല്ല. ഇപ്പം നിങ്ങൾ യമാൽ ഇന്നലെ നമ്മൾ കണ്ടു എന്ത് ത്രെട്ടാണ്. ഇപ്പം യമാലിന്റെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? ഇപ്പം പല ഡിഫൻഡേഴ്സ്, ഇപ്പൊ വിനി ജൂനിയർ, യമാല്, അതുപോലെ തന്നെ നമ്മൾ പറയാനായിട്ടാണെങ്കിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സിറ്റിയിലെ ഡോക്കു. സോ ഇവരിലൊക്കെ അരിക്കലോട്ട് ചെന്ന് ക്ലോസ് ആയിട്ട് നിൽക്കല്ലെന്ന് സെന്റർ ബാക്സിനോട് പറയും, കാരണം ക്ലോസ് ആയാൽ അവർ കടന്നു പോയിരിക്കും. സോ അവർക്ക് അഗേൻസ്റ്റ് ഒരിക്കലും ക്ലോസ് ആയി പോയി നിൽക്കരുത്, അവർ നിങ്ങളെ ട്രിപ്പിൾ ചെയ്ത് പോയിരിക്കും, അവർ ബാക്ക് സ്പേസ് കൊടുക്കരുത്, ഇങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ പറയും. അതേസമയത്ത് റഫീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഓപ്പോണന്റ് വളരെ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ ആള് റിസ്ക് ആൾക്ക് അറിയത്തില്ല, ആൾക്ക് ആ പൊസിഷനിൽ നിന്ന് എങ്ങനെ ട്രിപ്പിൾ ചെയ്ത് പോകണം. ആൾ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്യും, പാസ് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക് പാസ് ചെയ്യും, അല്ലെങ്കിൽ ട്രിപ്പിൾ ചെയ്യാൻ നോക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. സോ വളരെ ഡിഫൻഡേഴ്സ് കംഫർട്ടബിൾ ആണ്, പെട്ടെന്ന് തന്നെ ക്ലോസ് ഡൗൺ ചെയ്താൽ റഫീന ആയിരിക്കും ക്ലോസ് ആയിട്ട് നിന്നാൽ ബോൾ കിട്ടും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. പിന്നെ റഫീന നമുക്കറിയാം നാച്ചുറൽ ടെൻഡൻസി ഇൻവേർട്ട് ചെയ്ത് കയറാനാണ്, ക്യാൻസലോടെ ലെഫ്റ്റ് ബാക്ക് എന്ന രീതിയിൽ നാച്ചുറൽ ടെൻഡൻസി ഇൻവേർട്ട് ചെയ്യാനായിട്ടാണ്. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്ലേയേഴ്സ് ഇല്ല. അത് ക്ലിയർലി ഈ ഒരു സീസൺ ഫുള്ള് ഇന്നലത്തെ മാച്ചിലും എല്ലാം വിസിബിൾ ആയിരുന്നു നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അതുകൊണ്ടാണ് ഈ നിക്കോ വില്യംസ് പോലത്തെ ഒരു പ്യുവർ ലെഫ്റ്റ് വിങ്ങറിനെ നമുക്ക് വേണം, നമുക്ക് സ്ട്രെച്ച് ചെയ്യണം, പിച്ച് രണ്ട് സൈഡിൽ സ്ട്രെച്ച് ചെയ്യണം, അത് മസ്റ്റ് ആണ്. ഇന്നലത്തെ മാച്ചിൽ അത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു. ഇന്നലത്തെ അല്ല, ത്രൂ ഔട്ട് ദിസ് സീസൺ വിസിബിൾ ആയിരുന്നു. ക്യാൻസലോ, റഫീന നാച്ചുറലി വൈഡ് ഏരിയാസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല. ആൻഡ് റഫീന ത്രൂ ഔട്ട് ദ മാച്ച് നല്ല എഫേർട്ട് ഇട്ടു, ആ കാര്യത്തിൽ മാർക്ക് കൊടുക്കണം. പക്ഷേ ആളുടെ കൺവേർഷൻ റേറ്റ്, ഇപ്പം റഫീനയെ കുറിച്ച് നമ്മൾ പറയാനായിട്ടാണെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷന്റെ കാര്യത്തിനാളും ഈ 2 സീസണിൽ ഡെമ്പലെ ടീമിന് വേണ്ടി കൊടുത്തതിനേക്കാൾ എഫേർട്ട് പുള്ളി കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്, ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല. പക്ഷെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ റഫീനെ നമ്മൾ മാർക്കറ്റിൽ വെക്കും, സെയിൽ ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. സോ റൈറ്റ് പ്രൊഫൈൽ, ഇപ്പൊ സുബിമെൻഡി, നിക്കോ വില്യംസ് പോലത്തെ ഡീൽസ് ഒക്കെ സൈൻ ചെയ്യാനായിട്ട് റഫീനെ സാക്രിഫൈസ് ചെയ്യുക എന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. അല്ലാതെ ക്യാൻസലോനെ റോബർട്ടോടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാക്രിഫൈസ്, അത് ലോ മണ്ടത്തിലായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ക്രിസ്ത്യൻസിന്റെ പെർഫോമൻസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു, ക്രിസ്ത്യൻസൺ ഒരു പ്രോപ്പർ DMF കളിക്കാൻ ലോങ് ടൈം പറ്റത്തില്ല. സോ ആളുടെ മറ്റൊരു വിഷയം, നമ്മളിപ്പം ഡിഫൻസീവ് ട്രാൻസിഷനിലോട്ട് പോകുമ്പോൾ പുള്ളി ചില സമയത്ത് ഭയങ്കര സ്ലോ ആണ് ട്രാക്ക് ബാക്ക് ചെയ്ത് വരാനായിട്ട്. ഇപ്പം പുള്ളി സ്പ്രിന്റ് ചെയ്തൊന്നും നമ്മൾ കാണുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. പുള്ളി ഒരു സെന്റർ ബാക്ക് ആയതുകൊണ്ട് കളിക്കുന്നതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. പല സിറ്റുവേഷൻസിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പെഡ്രി ആണെങ്കിലും ഗുണ്ടൻ ആണെങ്കിലും റോബർട്ടോ ആണ്, ഇപ്പൊ സെർജിയോ റോബർട്ടോ ഇറങ്ങുമ്പോൾ സെർജിയോ റോബർട്ടോ ആണെങ്കിലും ഇപ്പൊ ഡിഫൻസീവ്ലി ആൾ വളർന്നപ്പോൾ എന്തൊക്കെ പറയാനും ബോൾ നമ്മൾ ലൂസ് ചെയ്യുമ്പോഴേക്കും നല്ല സ്പീഡിൽ ഓടുന്നതാണ്, നല്ല പോലെ സ്പ്രിന്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് പൊസിഷൻ എടുത്ത് ഗ്യാപ്സ് ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇത് ക്രിസ്ത്യൻസൺ പതുക്കെ പലപ്പോഴും ബോൾ യൂസ് ചെയ്യുമ്പോൾ ഡിഫൻസീവ് ട്രാൻസിഷനിൽ ജോഗ് ചെയ്ത് ആ ഒരു ഇന്റൻസിറ്റി കാണിക്കുന്നില്ല ടു റിക്കവർ ബാക്ക്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അത് കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സോ നാച്ചുറലി പുള്ളി ഒരു സെന്റർ ബാക്ക് ആയതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു ഈ കുബാർസയുടെ സിറ്റുവേഷൻ, ഇന്നലെ ബെക്കർ ത്രൂ കണ്ടിന്യൂസ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു. സോ ഇന്നലെ അറോഹോ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം അറോഹോ 1-on-1 ഒരു ബീസ്റ്റ് ആണ്, ഫിസിക്കൽ ബാറ്റിൽസിലൊക്കെ വരുമ്പോൾ ബീസ്റ്റ് ആണ്. ശരിയാണ്, ഓൺ ദ ബോൾ ആള് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഇന്നലെ അറോഹോനെ നമ്മൾ മിസ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ ഗോൾ അവരടിച്ചില്ല, സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു അവർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഓവറോൾ. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇന്നലെ കുറച്ച് ഫൈറ്റിംഗ് സ്പിരിറ്റ് ടീം കാണിച്ച ഒരു ദിവസമായിരുന്നു. പക്ഷെ സീസൺ എൻഡായി, ഇനി ആ സെക്കൻഡ് സ്പോട്ട് എങ്ങനെയും ഗ്യാരണ്ടി ചെയ്യണം. സൂപ്പർ കപ്പിന് നെക്സ്റ്റ് സീസൺ കയറിയേ പറ്റൂ, ഫൈനാൻഷ്യൽ ഗെയിൻസ് കിട്ടണമെങ്കിൽ സെക്കൻഡ് സ്പോട്ട് നമ്മൾ ഗ്യാരണ്ടി ആക്കിയേ പറ്റൂ. പിന്നെ ഇന്നലെ വീണ്ടും ഫെറാൻ ടോറസിനെയും മൊറേൽ റമയോനെയും ഒക്കെ ബെഞ്ചിൽ നിന്ന് ഇറക്കി. വിക്ടർ റോക്കിന് ഇന്നലെ മിനിച്ച് കൊടുത്തിട്ടില്ല. സോ നമുക്ക് വിക്ടർ റോക്ക് സിറ്റുവേഷനിലോട്ട് വരാം. സോ ഫസ്റ്റ് തന്നെ ആ 2 ഗോൾ വന്ന് കാര്യം ഞാൻ പറഞ്ഞു, ലെവൻഡോസ്കി ഗുണ്ടന്റെ അസിസ്റ്റില് ലെമാൽ 40-ാം മിനിറ്റ് സ്കോർ ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് സെക്കൻഡ് ഗോൾ വരുന്നത് ഒരു പെനൽറ്റി ഇൻസൈഡ് ഹാൻഡ് ബോൾ ഇൻസൈഡ് ദ ബോക്സ്. അത് ആ ഗെയിം കണ്ടിന്യൂ ചെയ്തു. ഓൾമോസ്റ്റ് 2-3 മിനിറ്റിന് ശേഷമാണ് ഗെയിം സ്റ്റോപ്പ് ആയതെന്ന് തോന്നുന്നു. ഡെഡ് ബോൾ സിറ്റുവേഷൻ ആയത് പിന്നെയാണ് ചെക്ക് ചെയ്ത് 2 പേരെ കൈ തട്ടുന്ന ഒരു സിറ്റുവേഷൻ. സോ പെനൽറ്റി കിട്ടുന്നു, റഫീനെ അത് പ്രോപ്പറായിട്ട് എടുക്കുന്നു. സോ ഇന്ന് ഗുണ്ടാന്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഗുണ്ടാൻ 18 ഗോൾ കോൺട്രിബ്യൂഷൻ ഈ സീസൺ നടത്തി, ഹിസ് ഹയസ്റ്റ് ഈക്വൽ വിത്ത് സിറ്റിയുടെ ബെസ്റ്റ് സീസണിലെ പാറിലായിരിക്കാണ്. സോ പുള്ളിയുടെ സിറ്റിയിലെ ബെസ്റ്റ് സീസൺ
12 ഗോളും 6 അസിസ്റ്റും ആണെന്ന് തോന്നുന്നു, 18 ഗോൾ കോൺട്രിബ്യൂഷൻ. ഈ സീസൺ 5 ഗോളും 13 അസിസ്റ്റും പുള്ളി കൊടുത്തു. സോ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഗുണ്ടാൻ നമുക്ക് ഫ്രീ ഏജന്റ് ആയിട്ട് വന്നത്. ഗുണ്ടാൻ ടീമിനെന്നുള്ളത് ഇന്നത്തെ മാച്ചിൽ ക്ലിയർലി ഇന്നത്തെ മാച്ച് ഈ ത്രൂ ഔട്ട് ദ സീസൺ സ്റ്റാറ്റ്സിൽ നിന്ന് ക്ലിയർലി വിസിബിൾ ആണ്. സോ ലക്കി ടു ഹാവ് ഗുണ്ടാൻ ഫ്രീ ഏജന്റ് ആയിട്ട് കിട്ടിയതിൽ. സോ അവിടുന്ന് നമ്മൾ നേരെ ഇപ്പൊ ഇന്നലെ വിക്ടർ റോക്കിന് മിനിറ്റ്സ് ഇന്നലെയും കൊടുത്തില്ല. സോ ആ കാര്യം പറയേണ്ട ആവശ്യമില്ല. സോ വിക്ടർ റോക്ക് സിറ്റുവേഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നിർത്താം. സോ വിക്ടർ റോക്ക്, സാവി, ഡെക്കോ ഈ ഒരു ട്രയാങ്കിൾ ഇപ്പം കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ പല ബാർസലോണ ബേസ്ഡ് മീഡിയാസും ഇപ്പൊ മറ്റേ മൊറേറ്റോ ഒക്കെ ആണെങ്കിലും കൈനോസും വന്നിട്ടുണ്ട് 45 മില്യൺ കിട്ടുവാണെങ്കിൽ ബാർസലോണ വിക്ടർ റോക്കിനെ വിൽക്കുന്ന കാര്യം കൺസിഡർ ചെയ്യുമെന്ന്. കൂടാതെ ഒരു ലോൺ ഡീലിന് വിക്ടർ റോക്ക് പോവുകയാണെങ്കിൽ പകരം ലോണിന് വേറെ ഒരു പ്ലെയറെ ബാർസലോണ കൊണ്ടുവരുമെന്നും കേൾക്കുന്നുണ്ട് എന്നാണ് മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. സോ ഇതിനെക്കുറിച്ച് ഡെക്കോയോടും മറ്റൊക്കെ ചോദിച്ചപ്പോൾ ഡെക്കോ ഇപ്പം ഇന്നലെ വൈകിട്ട് വേണ്ട ഒരു ന്യൂസ് പെട്ടെന്ന് വന്നു, ഡെക്കോ ഹാസ് ഡിസൈഡഡ് ടു ലെറ്റ് വിക്ടർ റോക്ക് ഗോ എന്ന് പറഞ്ഞു. സോ ഇന്നലെ ഡെക്കോയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡെക്കോ എന്ന് പറഞ്ഞത് ഇത് മീഡിയാസിന് ന്യൂസുകൾ വേണം. ഇപ്പൊ കുറെ മാച്ചസ് ഇപ്പം 8-9 ദിവസം കഴിഞ്ഞാണ് മാച്ചുകൾ വരുന്നത്. സോ ആ സമയത്ത് അവർക്ക് മീഡിയാസിന് ന്യൂസ് വേണം. അതിന് ചുമ്മാ അടിച്ചു വിടുന്നതാണ്. ഞങ്ങൾക്ക് വിക്ടർ റോക്കിൽ ഒരു ക്ലിയർ പ്ലാൻ ഉണ്ട്, അത് പബ്ലിക്കിന് ഞങ്ങൾ ഒരു മീഡിയനോടും അറിയിച്ചിട്ടില്ല, അത് അറിയിക്കേണ്ട ആവശ്യമില്ല. സോ ഇപ്പം ഇതിനെ പ്രോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഇപ്പം ബാർസലോണായിട്ട് പ്രോ ആയിട്ട് ഈ വിക്ടർ റോക്ക് സിറ്റുവേഷൻ പേടിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ സാവിക്കും ഡെക്കോയ്ക്കും ക്ലിയർ പ്ലാൻസ് ഉണ്ട് വിക്ടർ റോക്കിൽ. വിക്ടർ റോക്കിന് ആ ഒരു അവൈലബിലിറ്റി, അതായത് ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് വിക്ടർ റോക്കിൽ സാവി കാണുന്നത് എന്നാന്ന് വെച്ചാൽ പുള്ളിയുടെ നാച്ചുറൽ ടെൻഡൻസി ടു റൺ. സോ ബോൾ റിസീവ് ചെയ്യാനാണ് ടീംമേറ്റ്സിന് എപ്പോഴും ഒരു പാസിംഗ് ഓപ്ഷൻ ആയിട്ട് അവൈലബിൾ ആവുക. ടീംമേറ്റ്സ് പ്രഷറിലാവും. നമുക്കറിയാം ഇപ്പൊ സെന്റർ ഫോർവേഡുകളുടെ ഡ്യൂട്ടീസ് എസ്പെഷ്യലി ബാർസലോണയിൽ നമ്മളറിയാം ഒരു പ്രോപ്പർ നാച്ചുറൽ നമ്പർ 9 റോൾ അല്ല പല സെന്റർ ഫോർവേഡ്സും ബാർസലോണ ട്രഡീഷണലി കളിക്കുന്ന കണ്ടിട്ടുള്ളൂ. സോ എപ്പോഴും ടീംമേറ്റ്സിന് അവൈലബിൾ ആയിരിക്കും ഒരു പാസിംഗ് ഓപ്ഷൻ ആയിട്ട്, ടീംമേറ്റ്സ് പ്രഷറിലാകുമ്പോൾ അവിടെ ചെല്ലുക. സോ വിക്ടർ റോക്ക് അത് ട്രെയിനിങ്ങിലാണെങ്കിലും പിച്ചിൽ ഇറങ്ങുമ്പോഴാണെങ്കിലും അത് നടത്തുന്നില്ല. സോ ഇപ്പം പെട്ടെന്ന് ഒരു മാച്ചിലോട്ട് പുള്ളിനെ ഇറക്കി വിടുന്നത് ടീമിന്റെ ബാലൻസിനെ ബാധിക്കും, റിസ്കിയാണ്. പക്ഷെ ബൈ ദ സ്റ്റാർട്ട് ഓഫ് നെക്സ്റ്റ് സീസൺ, അതായത് നെക്സ്റ്റ് സീസൺ പുരോഗമിക്കും തോറും സാവി പതുക്കെ വിക്ടർ റോക്കിൽ ഈ ഒരു എന്താ പറയാ ഈ ഒരു അബിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്ത് പതുക്കെ ടീമിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ടീമിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, ടീമിൽ മിനിറ്റ്സ് കൊടുക്കും എന്നാണ് പറയുന്നത്. സോ 6 months ആൾ ഇവിടെ വന്നിട്ടായിട്ടുള്ളൂ, 6 മാസം ആവുന്നേ ഉള്ളൂ. സോ ഒരു 41 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജ് പ്ലസ് ആഡ് ഓൺസിനാണ് നമ്മൾ പുള്ളിനെ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഈ ഇതിനെ പ്രോ ആയിട്ട് അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് പേടിക്കേണ്ട ആവശ്യമില്ല, വിക്ടർ റോക്ക് സിറ്റുവേഷൻ മീഡിയാസ് ചുമ്മാ ഹൈപ്പ് അപ്പ് ചെയ്യുന്നതാണ് ന്യൂസിന് വേണ്ടി, സാവിക്കും ഡെക്കോയും ക്ലിയർ പ്ലാൻസ് ഉണ്ടെന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഏജന്റ് പബ്ലിക്ലി വന്ന് പറഞ്ഞു പുള്ളിയായിട്ട് പ്ലെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ചിന്തിക്കുമ്പോഴേക്കും ഇപ്പം മറ്റേ വിക്ടർ റോക്കിനെ സെയിൽ ചെയ്യാൻ പോകുന്നു, ലോൺ വിടാൻ പോകുന്നു എന്ന് പറയുന്ന ന്യൂസിലും മേ ബി സത്യാവസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയത്ത് ഇപ്പുറത്ത് അനുകൂലിക്കുന്നവരും പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സോ അദ്ദേഹത്തിന്റെ ഏജന്റ് പബ്ലിക്കലി വന്നിട്ട് പറയാണ് വിക്ടർ റോക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. സോ വിക്ടർ റോക്കിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇതാണ് പ്രോബ്ലം എങ്കിൽ ഒബ്വിയസ്ലി ഒരു കോച്ച് ഏറ്റവും ആദ്യമേ ചെന്ന് സംസാരിക്കേണ്ടത് ആ പ്ലെയറിനോടല്ല. ഇന്നയൊക്കെയാണ് നിന്റെ ഇഷ്യൂ, ഇന്ന കൊണ്ടാണ് നിന്നെ ഇറക്കാത്തത്, ഇന്ന കൊണ്ട് നിനക്ക് ഡെവലപ്പ് ചെയ്യണം, ഞാൻ ഇന്ന പോലെയൊക്കെയാണ് നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്തെന്നൊക്കെ പറയുന്നത്. ഇത് കമ്മ്യൂണിക്കേറ്റേ പ്ലെയറോട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ക്ലിയർലി അവിടെ ഇഷ്യൂസ് ഉണ്ട്. അത് ആളുടെ ഏജന്റ് വന്ന് പബ്ലിക്കലി പറഞ്ഞിട്ടുമുണ്ട്. സോ ഈ വിക്ടർ റോക്ക് ഈ ഒരു സിറ്റുവേഷൻ വെറുതെ മീഡിയ ഹൈപ്പ് ചെയ്യുന്നതാണ് ഡെക്കോയും പറയുന്നത്, അതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നവരുടെ റീസണെ ഞാൻ പറഞ്ഞു. സോ കൂടാതെ ഇപ്പം സാവി പുള്ളിനെ റേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഉള്ള ന്യൂസുകൾ പലതും കേൾക്കുന്നുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സോ ഇപ്പം വിക്ടർ റോക്കിനെ നെക്സ്റ്റ് സീസൺ നമ്മൾ വിടുവാണ്, വിക്ടർ റോക്കിനെ സെയിൽ ചെയ്യുകയാണ്, ലോൺ വിടുവാണ്, നമ്മൾ മിനിറ്റ്സ് കൊടുക്കുന്നില്ല, അവസരങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നമ്മൾ ഈ സിറ്റുവേഷൻ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡെൽ സിറ്റുവേഷൻ. ഇപ്പം കൊട്ടീനോയുടെ കാര്യം പറയുന്നുള്ള വൺ ഓഫ് ദ വേഴ്സ്റ്റ് വേ ഒരു പ്ലെയറിനെ ട്രീറ്റ് ചെയ്തതായിട്ട് മാറും പുള്ളി നെക്സ്റ്റ് സീസൺ നമ്മൾ വിൽക്കുകയോ ലോൺ വിടുകയൊക്കെ ആണെങ്കിൽ. അതല്ല ഇപ്പൊ ഈ ഇതിനെ അനുകൂലിച്ച് പറയുന്നവർ പറയുന്ന പോലെ നെക്സ്റ്റ് സീസൺ സാവിക്ക് ഒരു പ്ലാൻ ഉണ്ട് പുള്ളിയിൽ എന്നതാണ് സത്യമെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. നമുക്ക് നോക്കാം എന്താവുമെന്ന്. രണ്ട് ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ സത്യാവസ്ഥകളുണ്ട്. ആളുടെ ഏജന്റ് പബ്ലിക്കലി വന്ന് ഇങ്ങനെ പറയുന്നു, പിന്നെ ഇപ്പം ഡെക്കോ പബ്ലിക്കലി വന്നിട്ട് പ്ലാൻസ് ഉണ്ടെന്ന് പറയുന്നു. എന്താ സംഭവം എന്നറിയത്തില്ല. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് സീസൺ വിക്ടർ റോക്ക് നമ്മൾ ടീമിൽ നിൽക്കുക, നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ടർ ആവണമെന്നൊന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് എല്ലാ മാച്ചിലും ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് എങ്കിൽ 15 മിനിറ്റ് ടീമിൽ കൊടുക്കുക, ആളെ ആ ടീമിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ സാവിക്ക് സാധിച്ചാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. എനിക്ക് പേഴ്സണലി വിക്ടർ റോക്കിനെ ലോണിന് വിടുന്നതോ ടീമിൽ നിന്ന് വിൽക്കുന്നതോ കാണാനായിട്ട് യാതൊരു ആഗ്രഹമില്ല. ഹി ഡിസേർവ്സ് സോ മച്ച്. കാരണം അത്രയ്ക്ക് ആഗ്രഹിച്ച് പുള്ളി വന്നതാണ്, എത്ര ഓഫേഴ്സ് ഉണ്ടായിരുന്നു പുള്ളി അത്രയ്ക്ക് ആഗ്രഹിച്ച് വന്നതാണ്. സോ ഹോപ്പ് സാവി വിൽ ഡീൽ വിത്ത് ദി സിറ്റുവേഷൻ പ്രോപ്പർലി. സോ ഇതാണ് ഓവറോൾ പറയാനായിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് മാച്ചസിനെ കുറിച്ച് പറയാനായിട്ടുള്ളതും വിക്ടർ റോക്ക് സിറ്റുവേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളതും? അങ്ങനത്തെ വീഡിയോ കാണാതിരിക്കും. ബൈ.